അറിഞ്ഞോ? പോത്ത് വീണ് കാലൊടിഞ്ഞു. ഏത് പോത്തിൻ്റെയാ കാലൊടിഞ്ഞത്? പോത്തിൻ്റെ കാലല്ല, പോത്ത് വീണ് ഒരു പുലിയുടെ കാല ഒടിഞ്ഞത്. നമുക്കൊന്ന് പോയി കാണാം. കഷ്ടമായി പോയി. പോത്ത് വീഴുമ്പോൾ ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറക്കമായിരുന്നു. എന്താടോ ചിരിക്കുന്നത്? ഹിഹി, ഒടിഞ്ഞ കാല് കണ്ടാലേ ചത്ത പാമ്പിന് ചവിട്ട് കിട്ടിയതുപോലെ ഉണ്ട്. മിണ്ടാതിരിക്ക് ശീരു. വിവരം കെട്ടവനെ, ഒരാളുടെ കാലൊടിഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയണത്. കാലൊടിഞ്ഞിരിക്കുമ്പോഴേ പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ ചത്ത പാമ്പിനെ പോലെ തോന്നില്ല സൂത്ര. അസുഖം പിടിച്ചവർ, ചത്തുപോയവർ, ഇവരെയൊക്കെ കാണാൻ ചെന്നാൽ നമ്മളിങ്ങനെ ചിരിക്കുന്നത് ശരിയല്ല. അവരെ സമാധാനിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത്, കളിയാക്കാനല്ല. മനസ്സിലായോ? പക്ഷെ അസുഖം പിടിച്ചവരെയും ചത്തവരെയും എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക? സന്തോഷവും ദുഃഖവും മാറി മാറി വരും, ദുഃഖത്തിന് പിന്നാലെ സന്തോഷം വരും എന്നൊക്കെ പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സമാധാനം വരും. വരുമല്ലേ? അറിഞ്ഞോ? കരടിച്ചേട്ടൻ ചക്ക തലയിൽ വീണ് കിടപ്പിലായി. ഇപ്പോൾ പറഞ്ഞതെല്ലാം പരീക്ഷിക്കാൻ പറ്റിയ അവസരാ. താനൊന്ന് പോയി വാ, എനിക്ക് വേറൊരു തിരക്കുണ്ട്. വല്ലാത്ത തലവേദനയുണ്ട്. സന്തോഷവും ദുഃഖവും മാറി മാറി വരും, ദുഃഖത്തിന് പിന്നാലെ സന്തോഷം വരും. ഇത് കേട്ടപ്പോൾ സുഖം തോന്നുന്നുണ്ടോ? ഇല്ല, തലവേദനയുണ്ട്. സന്തോഷവും ദുഃഖവും മാറി മാറി. നിർത്തടോ, മതി. ഇനി ഒരു നിമിഷം തന്നെ ഇവിടെ കണ്ടുപോകരുത്. കരടിച്ചേട്ടന് ദേഷ്യം വന്നെങ്കിലും അങ്ങർക്ക് സമാധാനം കിട്ടി സൂത്ര. അതെങ്ങനെ മനസ്സിലായി? ഞാൻ തിരിച്ചു പോരുമ്പോൾ അങ്ങേര് പറയണത് കേട്ടു. ഹാവൂ, സമാധാനായിന്ന്.